CPU റിമൂവ് കണ്ടിട്ട് ഗമ്മൊക്കെ കളയുന്ന മെത്തേഡാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമ്മളത് ചുറ്റുമായിട്ടുള്ള ഐസികളും കമ്പോണൻസൊക്കെ സേഫായിട്ട് ടാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് ഹീറ്റിംഗ് ടാപ്പ് വെച്ചിട്ട് ഹീറ്റ് അടിച്ചാലും ഡാമേജ് ആവാത്ത അല്ലെങ്കിൽ അളകാത്ത ടൈപ്പ് ടാപ്പ് വെച്ചിട്ടാണ് നമ്മൾ മറ്റ് കമ്പോണൻസുകളൊക്കെ കവർ ചെയ്തതിന് ശേഷം ടൂൾ ഉപയോഗിച്ച് ഗമ്മ് റിമൂവ് ചെയ്യുന്ന ടൂളാണത്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ നൈസായി ശ്രദ്ധിച്ച് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഗമ്മ് റിമൂവ് ചെയ്തിട്ട് കളയുക. ഗമ്മ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഓവറായിട്ട് ഫോഴ്സ് കൊടുക്കരുത്, സ്മൂത്തായിട്ട് ചെയ്യുക. കാരണം അടുത്ത് കമ്പോണൻസുകളുണ്ട്, ആ കമ്പോണൻസ് ഓവർ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സോൾഡറിങ് വിടും, പിന്നെ അത് സോൾഡർ ചെയ്തിട്ട് വീണ്ടും വെക്കേണ്ടി വരും. അതുകൊണ്ട് സ്മൂത്തായിട്ട് ഗമ്മ് റിമൂവ് ചെയ്യുക. ഐസിയിലേക്കും ഫോഴ്സ് കൊടുക്കരുത്. നൈസായിട്ട് ഗമ്മ് നമ്മൾ കാണും, ബ്ലാക്ക് ഷെയ്ഡായിട്ട് ആ ഗമ്മ് ഉണ്ടാകും. അത് ആ ചെറിയ നോർമൽ ഹീറ്റിൽ തന്നെ അത് റിമൂവായിട്ട് വരുന്നത് കാണും. അതിൻ്റെ കൂടെ അടുത്തുള്ള കമ്പോണൻസ് ഇളകി പോവാതെ ശ്രദ്ധിക്കുക. ശേഷം കുറച്ച് ഫ്ലെക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ആ പൊസിഷനിൽ ഫ്ലെക്സ് നമ്മൾ CPU ഉള്ളിലോട്ട് ഇറക്കുക. CPU അപ്പോൾ ഒരു ഗ്യാപ്പ് അതിൽ കിട്ടും. ആ CPU ഉള്ളിൽ ആ ഫ്ലെക്സ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം പെട്ടെന്ന് റിമൂവായി പോരുന്നതാണ്.